ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. SPYSS NYC ഓൺലൈൻ സാംസ്കാരിക സംഘടന എല്ലാ വ്യാഴാഴ്ച തോറും നടത്തിവരുന്ന ഭഗവത്ഗീത അധ്യയനം 167-ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ ഭഗവത്ഗീതയിലെ വിവിധ ശ്ലോകങ്ങൾ അടങ്ങിയ ഓരോ അധ്യായവും വ്യത്യസ്തമായി കാണുന്നുണ്ടെങ്കിലും അവ വെളിപ്പെടുത്തുന്ന ആശയങ്ങൾ ഒന്നു തന്നെ. അതായത് ഗീതാശ്ലോകങ്ങളിലും അധ്യായങ്ങളിലും അന്തർഭവിച്ചിരിക്കുന്നത് അനന്തമായ ഒരേ സത്യം മാത്രമാണ്. ഈ 18-ാം അധ്യായത്തിൽ ഗീത മുഴുവനും ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഭഗവാൻ. ഈ 18-ാം അധ്യായത്തിന്റെ 43 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നാം അധ്യയനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു സംരംഭത്തിലേക്ക് ഇന്ന് ഇവിടെ പഠിതാക്കളായി എത്തിയിരിക്കുന്നത് ധ്യാന ശ്ലോകം ചൊല്ലാൻ രമാദേവി അക്ക, ചാൻഡിങ് റിവിഷൻ ശ്ലോകം 37, 38, 39 ലത അക്ക, 40, 41, 42 രവീന്ദ്രൻ പിള്ളയണ്ണ, ചാൻഡിങ് ഗൈഡൻസ് സരോജിനി അക്ക, 43, 44, 45 ശ്ലോകങ്ങളുടെ റെപ്പിറ്റീഷൻ ഓഫ് ചാൻഡിങ് മേഖല അക്ക, എക്സ്പ്ലനേഷൻ ഗോപകുമാർ അണ്ണ, 46, 47, 48 ശ്ലോകങ്ങൾ റെപ്പിറ്റീഷൻ ഓഫ് ചാൻഡിങ് വനജ TC അക്ക, എക്സ്പ്ലനേഷൻ രാജമ്മ അക്ക. ബേക്കപ്പിലെ ചാൻഡിങ്ങിന് ഡോക്ടർ ലാലി അക്കയും എക്സ്പ്ലനേഷന് ഗംഗ R അക്കയുമാണ്. പഠിതാക്കളെ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ സംരംഭം വിജയപ്രദമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ യോഗ ബന്ധുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ധ്യാന ശ്ലോകത്തിനായി രമാദേവി അക്കയെ ആദരപൂർവം ക്ഷണിക്കുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദോഷിണീം. നമസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയ ഭാരത തൈലപൂർണഃ പ്രജ്വലിതോ ജ്ഞാനമയ പ്രദീപ. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോദ്ദോക്തോ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്താ ദുക്തം ഗീതാമൃതം മഹത്. വാസുദേവസുതം ദേവം കംസചാണൂർമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല. അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണ നദീ കൈവർത്തക കേശവഃ. പരാശര്യവച സരോജമമലം ഗീതാത്തഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകൈ സജ്ജന ഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല
പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മവരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്നന്തി ദിവ്യൈസ്തവൈഃ. വേദൈः സാംഗപദക്രമോപനിഷദൈർഗായന്തീയം സാമഗഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം നാവിദു സുരാസുരഗണാ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരി ഓം. അടുത്തത് ചാൻഡിങ് റിവിഷൻ ആണ്. 37, 38, 39 ശ്ലോകങ്ങൾ റിവിഷൻ നടത്താൻ ലത കെയും 40, 41, 42 ശ്ലോകങ്ങൾ റിവിഷൻ നടത്താൻ രവീന്ദ്രൻ പിള്ളൈ അണ്ണനെയും ആദരപൂർവം ക്ഷണിക്കുന്നു. ഹരി ഓം അക്ക. ശ്രീ ഗുരുഭ്യോ നമഃ. യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധിപ്രസാദജം. വിഷയേന്ദ്രിയസംയോഗാത് യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസം സ്മൃതം. യദഗ്രേ ചാണുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്തം തത്താമസമുദാഹൃതം. ഹരി ഓം. न तदस्ति पृथिवां वा दिवि देवेषु वा पुनः सत्त्वं प्रकृतिजैर्मुक्तं यथेभि स्यात् गुणैः. ब्राह्मणक्षत्रियविश्वां शूद्राणां च परन्तप कर्माणि प्रविभक्तानि स्वभावप्रभर्वै गुणैः. शमोदमस्तव शौचं शान्तिरार्जवमेव च ज्ञानं विज्ञानमास्तिक्यं ब्रह्मकर्म स्वभावजम्. നന്ദി രണ്ടുപേർക്കും. അടുത്തത് ചാൻഡിങ് ഗൈഡൻസ് 43 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങൾ ചാൻഡിങ് ഗൈഡൻസിന് സരോജിനി അക്കയെയും 43, 44, 45 ശ്ലോകങ്ങളുടെ റെപ്പിറ്റീഷൻ ഓഫ് ചാൻഡിങ്ങിന് മേഖല അക്കയെയും ആദരപൂർവം ക്ഷണിക്കുന്നു. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത അധ്യായം 18 43 മുതലുള്ള ശ്ലോകങ്ങൾ. ശ്ലോകം 43. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം ശൗര്യം തേജോ ധൃതിദ്രാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം ക്ഷാത്രം കർമ്മ സ്വഭാവജം. 2 ലൈൻ വീതം ഒന്നുകൂടെ ചൊല്ലാം. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ശൗര്യം തേജോ ധൃതിദ്രാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ശ്ലോകം മുഴുവനും കൂടി ചൊല്ലാം.
ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ശൗര്യം തേജോ ധൃതി ദ്രാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ശ്ലോകം 44. കൃഷിഗൗരക്ഷ്യവാണിജ്യം കൃഷിഗോരക്ഷ്യവാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. വൈശ്യകർമ്മ സ്വഭാവജം. പരിചര്യാത്മകം കർമ്മ പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ശൂദ്രസ്യാപി സ്വഭാവജം. കൃഷിഗൗരക്ഷ്യവാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. കൃഷിഗോരക്ഷ്യവാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. കൃഷിഗൗരക്ഷ്യവാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. കൃഷിഗൗരക്ഷ്യവാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ശ്ലോകം 45. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭത്തെ നരഃ. സംസിദ്ധിം ലഭത്തെ നരഃ. സ്വകർമ്മനിരതഃ സിദ്ധിം സ്വകർമ്മനിരതഃ സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. യഥാ വിന്ദതി തച്ഛൃണു. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭത്തെ നരഃ. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭത്തെ നരഃ. സ്വകർമ്മനിരതഃ സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. സ്വകർമ്മനിരതഃ സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭത്തെ നരഃ. സ്വകർമ്മനിരതഃ സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭത്തെ നരഃ. സ്വകർമ്മനിരതഃ സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. ഹരി ഓം. ഹരി ഓം. ഇനി 43, 44, 45 ശ്ലോകങ്ങളുടെ വിശദീകരണത്തിനായിക്കൊണ്ട് നമുക്കെല്ലാം ആദരണീയനായ ഗോപകുമാർ അണ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം അണ്ണ. ഹരി ഓം. ഈ 43, 44, 5, 45 ഏകദേശം പറയുന്നത് ക്ഷത്രിയൻ, വൈശ്യൻ, പിന്നെ ശൂദ്രരുടെ സ്വഭാവത്തിനനുസരിച്ച് അവരവരുടെ ജോലി ചെയ്യാം. പിന്നെ കൃഷ്ണൻ പറയുന്നത് ശരിക്കും ഞാൻ പറയുന്നത് മുൻപോട്ട് പറയുന്നത് എല്ലാം ശരിക്ക് കേൾക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ ക്ഷത്രിയൻ എന്തൊക്കെയാണ് ക്വാളിറ്റീസ്, എന്തൊക്കെയാണ് പൊതുവെ ഉള്ള സ്വഭാവങ്ങൾ. അപ്പോൾ ഇതിൽ പറയുന്നത് 43-ാമത്തെ ശ്ലോകത്തിൽ ശൗര്യം, തേജസ്, ധൃതി, ദാക്ഷ്യം, പിന്നെ പലായനം ചെയ്യാതിരിക്കുക, ദാനം, ഈശ്വരഭാവം, ഇങ്ങനത്തെ കാര്യങ്ങളാണ്
43-ാമത്തെ ശ്ലോകത്തിൽ. 44-ാമത്തെ ശ്ലോകത്തിൽ വൈശ്യരെ പറ്റി പറയുന്നു, കൃഷി, ഗോരക്ഷ, വാണിജ്യം. പിന്നെ ശൂദ്രനെ പറ്റി 44-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പരിചര്യം, ഇങ്ങനെ ഈ കാര്യങ്ങൾ കർമ്മം ചെയ്യാമെന്നാണ് ശൂദ്രരെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 45-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു സ്വധർമ്മമാണ് ചെയ്യേണ്ടത്. സ്വധർമ്മം ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് പെർഫെക്ഷൻ, സിദ്ധി കിട്ടൂ എന്നാണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് 45-ാമത്തെ ശ്ലോകം പറയുന്നു, ബാക്കിയുള്ളത് ഞാൻ പറയുന്നുണ്ട്, ശരിക്ക് കേൾക്കാൻ. ശരി, അപ്പൊ ഇത് പൊതുവെ ഈ 3 ശ്ലോകങ്ങളുടെ അർത്ഥമാണ്. ഇതില് ഒരുപാട് കോൺട്രവേഴ്സീസും ഭഗവത്ഗീതയില് ഒരുപാട് ചർച്ച നടന്നിരിക്കുന്ന ഒരു ശ്ലോകങ്ങളാണ്, ചില ശ്ലോകങ്ങളാണ്. അപ്പോൾ ശൂദ്രരായിട്ടിരിക്കണോ, ഇത് കമ്മ്യൂണിസ്റ്റ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ എടുത്ത് ഒരുപാട് ഭഗവത്ഗീതയുടെ എതിരായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശൂദ്രനെ അടിച്ച് താഴെ നിർത്തുക, അവരെ മേളിലോട്ട് വളരാൻ വിടത്തില്ല, അങ്ങനെ ഒരുപാട് ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിതെല്ലാം കേട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പൊതുവെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വേറെ എവിടെ ജനിച്ചു, ആർക്ക് ജനിച്ചു, ഇതൊന്നും ഒരു കാര്യവുമല്ല, ഇവിടെ ആരും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് എന്താണ് നമുക്ക് ശരിയായിട്ട് തോന്നുന്നത്, ഇപ്പൊ തന്നെ നമ്മൾ എല്ലാം ഇപ്പൊ ഇവിടെ ഇരുന്ന് ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നു. അപ്പൊ ഇതിനൊക്കെ വലിയ ക്വാളിറ്റി ഉണ്ടോ? എനിക്കൊന്നും അങ്ങനെ ഒരു ക്വാളിറ്റി ഒന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്യുന്നു, ഒരു 5-6 പേര് ഇരുന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പൊ ഇതിൽ കൂടുതൽ ഇപ്പൊ ഇതിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു സന്തോഷം, സമാധാനം ഉണ്ടാവുന്നു. അപ്പൊ അത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഇതിൽ നിന്ന് എനിക്ക് ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടാവുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ചെയ്യാം. അല്ലാതെ എനിക്ക് ഒരു ഇൻട്രസ്റ്റും വരുന്നില്ല, ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഇതെന്തിനാ ചെയ്യുന്നത്, ഒരു അർത്ഥവും തോന്നുന്നില്ല, എന്നാൽ ചെയ്യാതിരിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇവിടെ മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. മലയാളത്തിൽ പറയുന്ന കേൾക്കാം, ഇഷ്ടമില്ലാത്ത അച്ചി ചെയ്താൽ ഇത് അങ്ങനെ കണ്ടുണ്ടല്ലോ, ഉണ്ടോ? അതെന്താണ് പ്രോവർബ്, ആർക്കെങ്കിലും അറിയോ? ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന ഒരു സംഭവം. തൊഴിലാത്ത അച്ചി ചെയ്താൽ തൊട്ടതെല്ലാം കുറ്റം, അങ്ങനെ ആ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. അങ്ങനെ എന്തോ അമ്മ ഇവിടെ ഒക്കെ പറയുന്നത് കേൾക്കാം. അപ്പൊ അതുകൊണ്ട് അതാണ് സംസ്കൃതത്തിൽ കൃഷ്ണൻ പറയുന്നത്. അപ്പോ ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു, പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് ചിലപ്പോ ക്ഷത്രിയരുടെ ചില ക്വാളിറ്റീസ് ചില സമയത്ത് നമുക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ ഒരു ക്വാളിറ്റി ചില സമയത്ത് നമുക്ക് വേണ്ടി വരും. ഇപ്പൊ തന്നെ നമ്മൾ ചെയ്യുന്നത് ഏകദേശം ബ്രാഹ്മണന്റെ ഒരു ക്വാളിറ്റിയാണ്, കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ചില സന്ദർഭത്തിൽ ഇപ്പോൾ ചില ഏരിയയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അവിടെ ആരൊക്കെയോ നമ്മളെ ശല്യം ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ക്ഷത്രിയരുടെ ചില സ്വഭാവങ്ങൾ എടുക്കേണ്ടതാണ്, അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം, ഏത് സമയത്താണോ നമുക്ക് ചിലപ്പോ ആ സമയത്തിനനുസരിച്ച് നമ്മൾ ചില ക്വാളിറ്റീസ് എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, 5 മിനിറ്റേ ഉള്ളൂ. ഞാൻ ബാംഗ്ലൂരിലാണല്ലോ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ബാൽക്കണിയിൽ ഒരുപാട് പ്രാവുകൾ വന്ന് അപ്പിയിടും, ഒരുപാട് ശല്യമാണ്. അപ്പോൾ ഈ പ്രാവിന്റെ ഈ ഇത് ലങ്സിന്, ആരോഗ്യത്തിന് വലിയൊരു പ്രശ്നമാണെന്ന് പല പേപ്പറിലും ഞാൻ വായിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പലവരും മരിക്കുന്നുണ്ട് ഈ ലങ്സ് പ്രോബ്ലം വന്നിട്ട്, ഈ ബ്രീതിങ് ഇഷ്യൂസ് വന്ന് ഒരുപാട് പേര് മരിക്കുന്നുണ്ടെന്നാണ് ബോംബെയിലെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടത്. ഈ ബോംബെയിലൊക്കെ ആണെങ്കിൽ ആൾക്കാരൊക്കെ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ വാരിയിട്ടുകൊണ്ടേയിരിക്കും. ഇതാണെങ്കിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് വന്ന് പലയിടത്തും. ഇതൊരു രസമാണ്, ഇന്ത്യ ഗേറ്റിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരി, അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു
ഇത് ഇങ്ങനെ ഈ പ്രാവിനെയൊക്കെ ഇവിടെ തീറ്റയൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പൊ വീട്ടിൽ എന്നോട് ചോദിക്കും എന്തോ ഒരു കുറച്ചുപോലും കരുണയില്ലാത്ത ഒരു മനുഷ്യനാണെന്ന്. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ജീവിക്കണോ അല്ലോ അത് ജീവിക്കണോ? പിന്നെ അവിടെ വന്ന് മുട്ടയിടും. മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് അവിടെ ഫുള്ള് വൃത്തിയിടാവും. ബാൽക്കണി കംപ്ലീറ്റ് വൃത്തിയിടാവും. അതൊരു എത്രയോ 3-4 ആഴ്ച, 1 മാസം കണ്ട് എടുക്കും ഇത് ഈ കുഞ്ഞുങ്ങളെല്ലാം റെഡിയായി വരാൻ. അപ്പോഴത്തേക്ക് ആ ബാൽക്കണി ഫുൾ അപ്പി കൊണ്ട് അഭിഷേകമാക്കി. അപ്പൊ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ ഇന്നാളോ ഇവിടെ ഒരു മുട്ട ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊണ്ട് ഇവിടെ ഇനി ഇങ്ങനെ വളർത്താൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അത് എടുത്തുകൊണ്ട് പോയി വെളിക്കളഞ്ഞു. അപ്പൊ അതൊരു ഹിംസയാണ്. എനിക്ക് തോന്നുന്നു ഹിംസ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ക്ഷത്രിയരുടെ ഒരു പോലീസ് ഒരാളെ കൊല്ലുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് ക്ഷത്രിയന്റെ ഒരു ഇതാണല്ലോ മിലിറ്ററിയിലും. എനിക്ക് തോന്നുന്നു ഇച്ചിരി ഹിംസ ചെയ്യുന്നത് നല്ലതിന് വേണ്ടി എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഹിംസ ചെയ്യണമെന്ന് തോന്നും. പക്ഷെ വീട്ടിലേതായാലും അടിയാണ്, എന്തിനാ മുട്ടയെ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമ്മൾ എല്ലാ സമയത്തും ഒരു ബാലൻസ് ആണ്. അതാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ധർമ്മം. എപ്പോഴാണോ നമ്മൾ ഹിംസ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഹിംസ ചെയ്തേ മതിയാവും. ഇപ്പൊ തന്നെ അവിടെ ബാൽക്കണി എല്ലാം ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലിക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ദിവസം നമ്മുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ ശല്യമാണ്, അടുത്ത വീട്ടുകാർക്കൊക്കെ ശല്യമാണ്. അപ്പൊ പൊതുവെ ഇപ്പൊ അപ്പാർട്ട്മെന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവിനും ഇങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കരുതെന്ന് തന്നെ പല അപ്പാർട്ട്മെന്റ്സിലും ഇത് ഒരു നിയമമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ അപ്പാർട്ട്മെന്റ്സിലൊക്കെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഹരി ഓം. കാഷ്ടമെന്ന് പറയൂ, ശശികലാക്ക പറയാണ്. ഓക്കെ, നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. കാഷ്ടം എന്ന് പറഞ്ഞാൽ അപ്പി എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെ. ശരി, കുഴപ്പമില്ല. ഹരി ഓം. ഏതായാലും എൻ്റെ ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ സ്വധർമ്മം. അപ്പൊ നമ്മൾ സ്വധർമ്മം ചെയ്യുക. സ്വധർമ്മം ചെയ്യുമ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സന്തോഷമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിലൂടെ നമുക്ക് മോക്ഷം കിട്ടും. അറിയും. അടുത്ത 46, 47, 48 ശ്ലോകങ്ങളുടെ ചാൻഡിങ് ഗൈഡൻസിന് സരോജിനി അക്കയെയും റെപ്പിറ്റീഷൻ ഓഫ് ചാൻഡിങ്ങിന് ഡോക്ടർ ലാലി അക്കയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്ലോകം 46. യത പ്രവൃത്തിർഭൂതാനാം യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. സിദ്ധിം വിന്ദതി മാനവഃ. 2 ലൈൻ വീതം ചൊല്ലാം. യത പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ശ്ലോകം മുഴുവനും കൂടി ചൊല്ലാം. യത പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ശ്ലോകം 47. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ
പരധർമാത് സ്വനുഷ്ഠിതാത് പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം കുർവന്നാപ്നോതി കിൽബിഷം ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം ശ്ലോകം 48. സഹജം കർമ്മ കൗന്തേയ സഹജം കർമ്മ കൗന്തേയ സദോഷമപി ന ത്യജേത് സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ ധൂമേനാഗ്നിരിവാവൃതാഃ സഹജം കർമ്മ കൗന്തേയ സദോഷമപി ന ത്യജേത് സഹജം കർമ്മ കൗന്തേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ സഹജം കർമ്മ കൗന്തേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ സഹജം കർമ്മ കൗന്തേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ ഹരി ഓം. 46, 47, 48 ശ്ലോകങ്ങളുടെ വിശദീകരണത്തിനായി രാജമാക്കിയെ ആദരപൂർവം ക്ഷണിക്കുന്നു. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് 46, 47, 48 ശ്ലോകങ്ങളാണ് 18-ാം അധ്യായത്തിൽ. 18-ാം അധ്യായം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാത്തിന്റെയും കൂടെ ഒരു മിക്സ്. ഞാൻ പറയുന്നു, നമ്മള് ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ അവസാനത്തെ ഒരു കുട്ടിക്കലാശത്തിന് ഉള്ള ഒരു ആവേശം, ആ ഒരു ആവേശത്തിലെല്ലാം കൂടെ ഭഗവാൻ ഇങ്ങനെ നമുക്കിങ്ങനെ മുന്നിലോട്ട് തന്നിരിക്കുകയാണ്. അപ്പം നമ്മള് ഇതിനകത്തിലെ കർമ്മയോഗത്തിന് കൂടുതൽ പ്രാധാന്യം ഭഗവാൻ കൂടുതലും ഈ ഭഗവത്ഗീതയില് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? കർമ്മയോഗവും ധർമ്മയോഗവും. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ കൂടുതലും കർമ്മയോഗത്തെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ധർമ്മം. അതിലെ പുരുഷാർത്ഥത്തിലെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. അതിലെ ധർമ്മം എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ധാർമ്മികമായി ജീവിക്കുക. ഇതെങ്ങനെയാണ് ധാർമ്മികമായി എല്ലാവർക്കും എന്തുകൊണ്ടാണ് നമുക്ക് പുരുഷാർത്ഥത്തിൽ എത്താൻ സാധിക്കാത്തത്? നമ്മൾ ധാർമ്മികമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നമുക്ക് ധാർമ്മികമായി ജീവിക്കാനുള്ള പ്രവർത്തനമില്ല. അപ്പൊ നമുക്ക് ഭാഗവതമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ധർമ്മത്തിന് 4 കാലുകളുണ്ട്. ആ 3 കാലുകളും ഇല്ലാതെ വന്നപ്പോഴാണ്
കലി വന്ന് നമ്മുടെ ആ ഒറ്റക്കാലിൽ നിൽക്കുന്ന പശുവിനെ വന്ന് ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ പരീക്ഷിത്ത് രാജാവ് അവിടേക്ക് എത്തുന്നത്. ഇതിനൊക്കെ ഒരുപാട് മുമ്പേ പറഞ്ഞതുപോലെ ഗീതയ്ക്കകത്തും ഭാഗവതത്തിനകത്തും കഥയായിട്ട് പറഞ്ഞിരിക്കുന്നതിനകത്തല്ല ഗുഹ്യമായ ധാരാളം ചിന്തിക്കാനുള്ള അർത്ഥങ്ങൾ ഓരോരുത്തർ ഏത് രീതിയിലാണോ ആഖ്യാനിക്കുന്നത്, ആ ആഖ്യാനിക്കുന്നവർ അതുപോലെ അറിവുള്ളവരാണ്. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ ആഖ്യാനിക്കുന്ന പോലെ ആയിരിക്കത്തില്ല രംഗനാഥ സ്വാമികൾ ആഖ്യാനിക്കുന്നത്. ഇപ്പം രംഗനാഥ സ്വാമികളുടെയും ശങ്കരാചാര്യ സ്വാമികളുടെയും ഒക്കെ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചാല് റെഫർ ചെയ്താല് ഗീതയെ നമുക്ക് നല്ലതുപോലെ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ അതിലെ ധർമ്മത്തിന് 4 കാലുകളുണ്ട്. എന്താണ് 4 കാലുകൾ എന്ന് പറഞ്ഞാൽ 4 ഘട്ടങ്ങൾ: തപസ്, ശൗചം, ദയ, സത്യം. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ധാർമ്മികമായി ജീവിക്കുന്ന ഒരാൾ. തപസ് നമുക്കറിയാം. തപസ് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുക എന്നല്ല. നമ്മുടെ ജീവിതചര്യയ്ക്ക് ഒരു തപസ് ഉണ്ടാവണം, കൃത്യനിഷ്ഠ ഉണ്ടാവണം. അതാണ് തപസ്. ഇന്നിപ്പോ ഗീതാ ക്ലാസ് ഉണ്ട്. ആ ഗീതാ ക്ലാസ് ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഈ തപസ്സിലേക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇതൊരു തപസ്സാണ്. അതുപോലെ നമ്മൾ രാവിലെ വെളുപ്പിനെ എന്നും ഒരു തപസ്സാണ്. യോഗയിലേക്ക് വരുന്നു. നാം വരണ്ട എണ്ണീക്കണ്ടെന്ന് വിചാരിച്ചാലും നമ്മളെ എന്തോ ഒരു അന്തരംഗത്തിൽ നമ്മളെ പൊക്കിക്കൊണ്ടേ വരും. ഇന്ന് എണ്ണീക്കണ്ട, ചുരുണ്ട് കിടക്കാന്ന് വെച്ചാൽ പറ്റില്ല. അതെല്ലാം നമ്മുടെ തപസ്സിൽ നിന്നും ആർജിക്കുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ ശൗചം, അതൊക്കെ നമ്മളെ അഷ്ടാംഗ മാർഗത്തിൽ പഠിച്ചതാണ്. ശൗചം, മാനസികമായ ശൗചവും ശാരീരികമായ ശൗചവും. ഏറ്റവും പ്രധാനം മാനസികമായ ശൗചം ശുദ്ധിയുള്ളവർക്ക് മാത്രമേ പുരുഷാർത്ഥത്തിലേക്ക് നമുക്ക് എത്തി നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ദയ, അത് നമുക്കൊക്കെ ഉണ്ടായിരിക്കും കുറെയൊക്കെ, എനിക്കറിയില്ല, അതിന്റെ അർത്ഥം അറിയാം. സത്യം, അതെത്ര സത്യമുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. നമുക്ക് ഓരോരുത്തർക്കുമേ അറിയത്തുള്ളൂ. ഞാൻ സത്യമായിട്ടും ഞാൻ സത്യം പറയുന്നതെന്നൊക്കെ പറയും. പക്ഷെ എന്താണ് പറയുന്നതെന്ന് നമുക്കേ അറിയത്തുള്ളൂ. അതാണ് 4 കാലുകൾ. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ കർമ്മത്തിന് ഇതുപോലെ 3-4 ഘടകങ്ങളുണ്ട്. കർമ്മം ചെയ്യണമെങ്കിൽ നമുക്ക് ശരീരം വേണം. അപ്പൊ ആ ശരീരത്തിലെ ഉള്ളിലെ നമുക്ക് അന്ധകരണങ്ങൾ, ബുദ്ധി, മനസ്സ്, ചിന്ത, അഭിമാനം, അതുപോലെയുള്ള അഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാനെന്ന പൊസസീവ്നെസ്, അതെല്ലാം ആണ് നമ്മളെ കർമ്മം ചെയ്യിക്കുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടിനും പല ഘടകങ്ങളുണ്ട്. അതാണ് നമ്മളിനി ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ 45 ആദ്യം ഞാന് ഈ കർമ്മയോഗത്തില് ഭഗവാൻ പറയുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് കയറണം. കർമ്മയോഗത്തിലെ 30ാമത്തെ ശ്ലോകം, മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മ ചേതസ നിരാശിർനിമമോ ഭൂത്വ യുദ്ധസ്യ വിഗതജ്വര. എന്നിട്ട് അർത്ഥം പറയാണ്, സർവാണി കർമാണി, സർവകർമ്മങ്ങളും എന്നിൽ അർപ്പിച്ചിട്ട് സമർപ്പിച്ചിട്ട് ആത്മബോധത്തോട് ഒന്നിലും എന്റേതെന്ന ഭാവം, കർത്തൃത്വഭാവം, എന്റേതെന്ന ഭാവം, ഞാനെന്ന ഭാവം ഇല്ലാത്തവനായി പ്രവർത്തിക്കുന്നോ അവൻ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അർജുനനോടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അർജുനനെ ഇവിടെ ഇപ്പൊ നമ്മളെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ അർജുനന്റെ മനസ്സിനെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടുവരണം. അപ്പൊ അഹങ്കാരവും സ്വാർത്ഥതയും ഒട്ടുമില്ലാതെ ഈശ്വരനാന്റെ അർപ്പണമായിട്ട് നിർവഹിക്കുന്ന ഏത് ജോലിയും പവിത്രമാണ്, ഏത് കർമ്മവും പവിത്രമാണ് എന്ന് അർജുനനോട് ഇവിടെ പറയണമെങ്കിൽ ഇവിടെ ബാക്കി നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നു. എന്താണ്? അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയനായ അർജുനന് ഇവിടെ കൊല ചെയ്യുന്നതോ അവരെ ആക്രമിക്കുന്നതോ ഒന്നും പാപമല്ല. അവന്റെ എന്താണ്? കർമ്മം ചെയ്യേണ്ട കർമ്മമാണ്. അതുകൊണ്ട് നീ അവരെ കൊന്നു അല്ലെ ഉപദ്രവിച്ചു എന്ന് വിചാരിച്ച് നിനക്ക് പാപമില്ല. നമ്മുടെ സോൾജിയേഴ്സ് എത്രയോ പേര് പോയി ക്ഷത്രിയരായിട്ട് യുദ്ധം ചെയ്ത് മറ്റുള്ളവരെ കൊല്ലും. അതുകൊണ്ട് അവരെ ആരെങ്കിലും ജയിലിലടയ്ക്കാറുണ്ടോ? തൂക്കിക്കൊല്ലാറുണ്ടോ? ഇല്ല. അത് അവരുടെ കർമ്മമാണ്. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അപ്പൊ ആ കർമ്മത്തിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ 4
വർണ്ണങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. 4 വർണ്ണങ്ങള് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഞാൻ പൊതുവെ അങ്ങ് പറയുക, ഇനി വായിക്കുമ്പോ വരും. ഈ 4 വർണ്ണങ്ങളിലും ജാതി വ്യത്യാസമോ ജാതിയോ ഒന്നും ഇവിടെ ഇല്ല. അത് ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്ത് നമ്മളെ ഭഗവാനെ മോശക്കാരനാകുന്നു. അപ്പൊ അവിടെ നമ്മൾ ഏത് ജോലി ചെയ്യുന്നുവോ ആ ജോലിയിൽപ്പെട്ടവർ ബ്രഹ്മത്തെ അറിഞ്ഞ് ജ്ഞാനത്തെ പകർന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത നിഷ്കാമമായി പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണനാകാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ കച്ചവടം നടത്താൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അവൻ വൈശ്യനാകാം. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ താല്പര്യമുള്ള ഒരാൾ ക്ഷത്രിയനാകാം. ഇവര് മാത്രം പോരാ, നമുക്ക് വേറെയും കുറെ കാര്യങ്ങൾ, അലപല കാര്യങ്ങൾ അവിയൽ പോലെയുണ്ട് കുറെ കാര്യങ്ങൾ. അതെല്ലാം ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന ശ്രേഷ്ഠരായ അവരാണ് ശ്രേഷ്ഠർ, അവരാണ് ശൂദ്രര്. ഇവിടെ ജാതിയല്ല. ഏത് തൊഴിലാണോ നമ്മൾ സ്വീകരിക്കുന്നത് ആ തൊഴിലിനനുസരിച്ചാണ് വർണ്ണങ്ങളെ ഇവിടെ മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഒരു വർണ്ണവും ഉയർന്നതുമല്ല, ഒരു വർണ്ണവും താഴ്ന്നതും അല്ല. അപ്പം ഞാൻ 46-ാമത്തെ അത്രയും 46-ാമത്തെ ശ്ലോകത്തിലേക്ക് കയറുകയാണ്. യത പ്രവർത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാത്തം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. അർത്ഥം യത പ്രവർത്തിർഭൂതാനി, യതഃ ആരിൽ നിന്ന്, ഭൂതാനാം, നമ്മുടെ മലയാളത്തിലെ ഭൂതങ്ങളല്ല, സംസ്കൃതത്തിലാണ് ഭൂതങ്ങൾ. ഭവിച്ചതെല്ലാം ഭൂതങ്ങൾ. ഇവിടെ ഉണ്ടായിട്ടുള്ളതെല്ലാം ഭൂതങ്ങളാണ്. ഭവിച്ചതെല്ലാം പ്രാണികൾ എന്നാണ് അർത്ഥം, എല്ലാം മനുഷ്യരടക്കം. പ്രവർത്തി, ഉൽപ്പത്തി, ഭവതി, ഭവിക്കുന്നത്, ഉണ്ടായത്, ഭവിച്ചതെല്ലാം. ഏന, ഏവനാൽ എന്നുള്ളതിന് നമുക്കറിയാം ആരാണെന്ന്. ഏവനാൽ ഇതം സർവം തതം, ഇതെല്ലാം വ്യാപ്തമാകുന്നു. മാനവ സ്വകർമ്മണ. അപ്പം അർത്ഥം വിസ്തരിച്ച് ഞാൻ പറയാം. മനുഷ്യൻ തന്റെ കർമ്മം കൊണ്ട് തം അഭ്യർച്ച, അവനെ, ആ ഏത് എന്ന് പറഞ്ഞ അവനെ ആരാധിച്ചിട്ട് സിദ്ധി വിന്ദതി, അന്ധകരണ സിദ്ധിയെ പ്രാപിക്കുന്നു. അപ്പൊ ഈ ആദി, നമ്മള് ബ്രഹ്മാവിനൊക്കെ മുമ്പ് ഭഗവാൻ അങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ എന്ന ആ ഉണ്മ പലതാകണം എനിക്ക്, ഞാൻ തന്നെ ഇങ്ങനെ ഒരു എനർജി ആയിട്ട് ഇരുന്നാ പോരാ. അങ്ങനെ ഇരുന്നിട്ടാണ് ഇവിടെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഭഗവാൻ. യതഃ, ആരിൽ നിന്നാണോ ഈ പ്രപഞ്ചമാകെ ഉണ്ടായത്, യഥ പ്രവർത്തിം ഭൂതാനാം, ഈ പ്രപഞ്ചമാകെ വന്നിരിക്കുന്നത് ആ പരബ്രഹ്മത്തിൽ നിന്നാണ്. അത് നമ്മളിവിടെ കുറെ വിസ്തരിച്ച് പഠിക്കുക, പറയാം ആവരണം, വിക്ഷേപണം എന്നൊക്കെ പറയും. ആ ബ്രഹ്മത്തിൽ നിന്നും പലതായിട്ട് വിക്ഷേപിച്ചിരിക്കുകയാണ്, പല പ്രാണികളായിട്ട്, സൂര്യനായിട്ട്, ചന്ദ്രനായിട്ട് ഓരോന്നിനെ വിക്ഷേപിച്ചിരിക്കുകയാണ്. വിക്ഷേപണം അങ്ങനെ വന്നിരിക്കുന്നത് പരബ്രഹ്മത്തിലാണ്. ഏന സർവമിതം തം, ആരാണോ ഈ കാണപ്പെട്ട പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, ആ എല്ലാത്തിനും ഒരു കാര്യവും ഒരു കാരണവുമുണ്ട്. ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാകില്ല. അപ്പൊ കാര്യമാകുന്ന ബ്രഹ്മത്തിൽ നിന്നാണ് സർവഭൂതാനാം ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, വിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ബ്രഹ്മത്തിൽ നിന്നും നമ്മളൊരു തിരി, വെണ്ണത്തിരി കത്തിച്ചു വേറൊരു തിരിയിലേക്ക് കത്തിച്ചു. അതാണ് നമ്മൾ പറയുന്നത് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ നമ്മൾ പാടുന്നത്. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണമെടുത്താൽ പൂർണ്ണം. അപ്പൊ ഒരു തിരി കത്തിച്ചാല് ആ തിരിയിൽ വേറൊരു തിരിയിൽ കത്തിച്ച് നമ്മൾ അങ്ങനെ കത്തിച്ച് ഇപ്പൊ വാറ്റുകാലൊക്കെ പോയാല് എങ്ങനെയാണ്, ഒരു തിരി ശ്രീകോവിലിൽ നിന്ന് കത്തിച്ചിട്ട് ആ ദിവ്യമായ അതാണ് നമ്മളെല്ലാത്തിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ആ ശ്രീകോവിലിലെ പ്രഭ മുഴുവനും നമ്മളിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചു എന്ന സങ്കല്പത്തിലാണ് നമ്മൾ അവിടെ ആറ്റുകാല് നടത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ ആ ബ്രഹ്മമാകുന്ന പ്രഭ, അതിൽ നിന്നും ഉണ്ടായതിലെല്ലാത്തിലും ആ ബ്രഹ്മത്തിന്റെ പ്രഭാവം, ബ്രഹ്മത്തിന്റെ അംശം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ബ്രഹ്മ തേജസ്വികളാണ് എന്നർത്ഥം.
അപ്പൊ അങ്ങനെ ആ പരമസത്യത്തിൽ നിന്ന് ഉണ്ടായതാണ് നാം എല്ലാം എന്നാണ്. അപ്പൊ ഈ ദ്രവ്യം എന്ന് പറയുന്നത് ഒരു കട്ടയൊന്നുമല്ല. ആ ദ്രവ്യം അനന്തബോധമാണ്, ചിസ്വരൂപമാണ്. നമ്മൾ പറയും നാരായണത്തിൽ പഠിച്ച എന്താണ്? ഈശ്വരൻ, സാന്ദ്ര ആനന്ദ അവബോധാത്മകം അനുപമിതം നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മളെ സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദൻ എല്ലാം ഏതാണ്? ആ പരമമായ സത്യമാണ്, സാന്ദ്രമായ ആനന്ദമാണ് ഈശ്വരൻ. സത്ത് ചിത്ത ആനന്ദമാണ് ഈശ്വരൻ. അല്ല നമ്മൾ ഈ കാണുന്ന ബഹളം കൂട്ടുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഓടുന്ന, ഈശ്വരനെ പിടിക്കാൻ ഓടുന്ന, ഓരോത്തിനും ഓടുന്ന ആ പ്രക്രിയ കൊണ്ടൊന്നും നമുക്ക് ആനന്ദത്തിലെത്താൻ കഴിയില്ല. അപ്പൊ ഇവിടെ സ്വകർമ്മണാത്താം അഭ്യർച്ച, അവിടുത്തെ അപ്പൊ നമ്മളെല്ലാം ആ ഭഗവാന്റെ, ഇപ്പൊ നമ്മളൊക്കെ ഒരു വീടിനെ തന്നെ നോക്കിയാൽ നമ്മുടെ കുട്ടികള്, നമ്മൾ നല്ലപോലെ വളർന്ന കുട്ടികളാണെങ്കിൽ നമ്മളെ ആരാധിക്കും, നമ്മളെ റെസ്പെക്ട് ചെയ്യും, നമ്മളുടെ സ്നേഹം അങ്ങോട്ട് കിട്ടാൻ കുട്ടികൾ നമ്മളെ ഒരുപാട് റെസ്പെക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് വന്നുവോ ആ സ്വരൂപത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്വകർമ്മണാത്തം അഭ്യർച്ച, നമ്മൾ ഓർമ്മിക്കുകയും സാക്ഷാത്കരിക്കുകയും ആരാധിക്കുകയും നമ്മൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യമൊന്നും നോക്കാതെ കുളിച്ചിട്ട് കുറെ പൂവൊക്കെ പറിച്ചിട്ട് ഒരുങ്ങി നമ്മൾ അമ്പലത്തിൽ പോയി, അപ്പൊ നമ്മുടെ അർച്ചനയും കഴിഞ്ഞു ഭഗവാൻ നമ്മുടെ കയ്യിലായി എന്ന് ആരും വിചാരിക്കേണ്ട. ഭഗവാൻ ഊന്നൽ കൊടുക്കുന്നത് എന്തിലാണ്? കർമ്മത്തിലാണ്. അപ്പൊ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തണമെങ്കിൽ ബാഹ്യമായ ഈ പ്രകടനം ഒന്നും പോരാ. നമ്മൾക്ക് ഭഗവാനാൽ നിയോഗിച്ചിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യണം, അർപ്പണബോധത്തോടു കൂടി ചെയ്യണം. കർത്തൃത്വബോധത്തോടെ എനിക്ക് എന്റേത് എന്ന ബോധത്തോടെ ചെയ്യാതെ അർപ്പണബോധത്തോടെ ചെയ്യുമ്പോൾ സിദ്ധി വിന്ദതി മാനവ, കർമ്മങ്ങളെല്ലാം ആ വഴി തിരിച്ചു വിട്ടുകൊണ്ട് ഒരു വ്യക്തിക്ക് സിദ്ധിയെ അല്ലെങ്കിൽ അഥവാ അധ്യാത്മ പൂർണ്ണതയെ കൈവരിക്കാൻ കഴിയും. എന്താണ് സിദ്ധി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികള് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സിദ്ധി? നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ അർപ്പണബോധത്തോടെ ചെയ്യുമ്പോഴുണ്ടാകുന്ന മാനസികമായ ആധ്യാത്മികമായ മാറ്റം കൊണ്ട് ഒരാൾക്കുണ്ടാകുന്ന പ്രത്യേകതരം ആ ഉയർന്ന അവസ്ഥയിൽ എത്തുന്ന ആ അവസ്ഥയാണ് നമ്മൾ സിദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ സിദ്ധരാവാൻ പറ്റത്തുള്ളൂ. അത് ശങ്കരാചാര്യ സ്വാമികൾ പ്രത്യേകം പറയുന്നുണ്ട്. സ്വകർമാനുഷ്ഠാനത്താൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അശുദ്ധിക്ഷയം വരും, മനസ്സ് അശുദ്ധമാകും എന്നാണ് 46-ാമത്തെ. അപ്പം ഇവിടെ 46-ാമത്തെ ശ്ലോകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഗീതയുടെ കർമ്മമണ്ഡലം അല്ലെങ്കിൽ ഗീതയുടെ പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ ആഹ്വാനം, ഗീതയുടെ മഹത്തായ ഉപദേശം സ്വന്തം കർമ്മത്തെ ഈശ്വരോന്മുഖമാക്കിക്കൊണ്ട് ആർക്കും ആത്മീയമായ പൂർണ്ണത കൈവരിക്കാൻ കഴിയും. അപ്പൊ ഞാനിവിടെ ഈ ഗീതാ ക്ലാസ് എടുക്കുന്നു. അപ്പൊ ഞാനിവിടെ ഗീതാ ക്ലാസ് എടുക്കുന്നപ്പോ ഞാൻ ഓർക്കും എനിക്ക് നല്ല എന്താണ് ആ നിസ്സാരമായ അല്ല കാര്യമല്ല ഏത് കാര്യവും നമ്മൾ അതിനെ എന്താണ് അർപ്പണബോധത്തോടു കൂടി ആർക്കാനും വേണ്ടി അല്ലാതെ ഇത് എനിക്ക് എന്റെ മാക്സിമം എത്തിക്കണം എന്ന് വിചാരിച്ച് വേണം ഞാൻ ഇതിൽ ചെയ്യാൻ. അപ്പോൾ മാത്രമാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്, അപ്പോൾ മാത്രമാണ് എനിക്ക് ആനന്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ആനന്ദമാണ് ഈശ്വരൻ, ആ പരമാനന്ദത്തിൽ എനിക്ക് എത്താൻ കഴിയുന്നത്. സോ കർമ്മം നിഷ്കാമമായി ആസ്വദിച്ച് പരന് ഉപകാരമായി ചെയ്യുക എന്നതാണ് ഭഗവാന്റെ ആഹ്വാനം. 47-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. 47 ശ്രേയാൻ സ്വധർമ്മ വിഗുണ പരധർമാത് സ്വനിഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർബൻ നാപ്നോതി കിൽബിഷം. അനുഷ്ഠിതാത് എന്ന് പറഞ്ഞാൽ നല്ല പോലെ പ്രവർത്തിക്കപ്പെട്ട അനുഷ്ഠിക്കപ്പെട്ട പരധർമാത് പരന്മാരുടെ ധർമ്മത്തെക്കാൾ വിഗുണ സ്വധർമ്മ ഗുണം കുറഞ്ഞുള്ള താണെങ്കിലും ശ്രേയാൻ ഏറ്റവും ശ്രേഷ്ഠമാകുന്നു സ്വഭാവനിയതം സ്വാഭാവികമായിട്ടുള്ള കർമ്മ കുർബൻ കർമ്മത്തെ ചെയ്യുന്നതിന്
കിൽബിഷന്ന ആപ്നോതി. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 4 ആശ്രമങ്ങളുടെ കാര്യം, 4 വർണ്ണങ്ങളുടെ കാര്യം. അപ്പൊ ഒരു വർണ്ണവും മോശവുമല്ല, ഒരു വർണ്ണവും ഉയർന്നതുമല്ല. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും, ഇപ്പം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി പോലും നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ വർണ്ണങ്ങൾക്കനുസരിച്ച് ആ പാരമ്പര്യമായിട്ട് ഓരോ ടാലന്റ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായി കിട്ടുന്ന കഴിവുകളുണ്ട്. ചിലർക്ക് നല്ലപോലെ പാടാൻ കഴിയും, ചിലർക്ക് നല്ലപോലെ ചിത്രം വരയ്ക്കാൻ കഴിയും. അവരോടൊന്നും അത് ഉത്ബോധിപ്പിക്കണ്ട. ആ ചിത്രം നല്ലപോലെ വരയ്ക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ കൊണ്ടിട്ട് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ കൊണ്ട് നമ്മൾ നിർബന്ധമായി ചേർക്കുന്നു. സമയം ശ്രദ്ധിക്കണേ, സമയം ശ്രദ്ധിക്കണം. ഒരു 3 മിനിറ്റ് കൊണ്ട് തീർക്കണം. അപ്പൊ ആ സ്വന്തം ആർജിക്കപ്പെട്ട കഴിവിനെ വിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങളെ നമ്മൾ ചെയ്യുമ്പോൾ അത് പാപമാണ്. എന്നാൽ നമ്മൾക്ക് ആർജിതമായ കഴിവുകൾ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ സ്വല്പം തെറ്റുപറ്റിയാലും പാപം അല്ല. അപ്പൊ നമ്മൾക്ക് എന്താണോ ആർജിക്കപ്പെട്ടത് അത് നിഷ്കാമമായി ചെയ്ത് അതിൽ നമ്മൾ ഉയർന്നു പോകാൻ ശ്രമിക്കണം. മറ്റുള്ളവരുടെ ഇല്ലാത്ത കഴിവിനെ മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ അതിക്രമിച്ചു കയറി ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ വിജയിക്കില്ല. അങ്ങനെ കർമ്മങ്ങൾ ആരംഭത്തിൽ പൂർണ്ണമായും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും സ്വാഭാവികമായ കർമ്മത്തിനെ നമുക്ക് ചെയ്യാവുന്നതാണ് നല്ലത്. ഞാൻ എളുപ്പം സമയം പോകുന്നതുകൊണ്ട് പറയുക. ഇനി 48. അപ്പൊ ഇവിടെ ഓരോന്നിലും ഭഗവാൻ പറയുന്നത് എവരിൽ നിന്ന് ഞാൻ വന്നു. ഇതൊക്കെ നമ്മുടെ ഭാഗവത മൂലത്തിനതില് ശബരിശ്ലോകി ഭാഗവത്തിലൊക്കെ പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. സമയമില്ലാത്തതുകൊണ്ട് അത് പറയാൻ ശബരിശ്ലോകി ഭാഗവതം പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ഇനി അടുത്തത് 48. സഹജം കർമ്മ കൗന്ദേയ സ ദോഷമഭിനാത്യജേത് സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിർ ഇവാഹൃത. ഇവിടെ അല്ലയോ കുന്തിപുത്ര അർജുന, സഹജം കർമ്മ, ജനനത്തോടെ കൂടിയുള്ള, ഇപ്പൊ മുമ്പേ ഞാൻ പറഞ്ഞതാണ്, ജന്മസിദ്ധമായുള്ള കഴിവിന്റെ കർമ്മം. സദോഷമഭി, ദോഷമുള്ളതാണെങ്കിലും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ന ത്യജേത്, ഉപേക്ഷിക്കരുത്. അതിന് ഉദാഹരണം ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു, ഇപ്പൊ മുമ്പേ പറഞ്ഞു, സോൾജിയേഴ്സ് ആരാണ്? ഭടന്മാര്. അവരെ ഓരോരുത്തരെ കൊല്ലുന്നു, പക്ഷേ അവർ അത് ചെയ്യേണ്ട കർമ്മമാണ്. അതുകൊണ്ട് അവർക്കതിൽ ദോഷമില്ല. അതിനിപ്പുറത്ത് നമ്മൾ മാറി, അതിനിപ്പുറത്ത് മാറി നമ്മൾ ഒരാളെ വധിച്ചാൽ നമ്മൾ ജയിലിലാണ്. അതാണ് വ്യത്യാസം. അപ്പൊ അവരുടെ കർമ്മം അവർക്ക് ചെയ്യാം, അതുകൊണ്ട് പാപമില്ല. അതുകൊണ്ട് നിങ്ങൾ അർജുനനോടാ പറയുന്നത്, നീ ത്യജിക്കരുത് നിന്റെ കർമ്മത്തെ എന്ന് പറയാനാണ് ഇതെല്ലാം പറയുന്നത്. നിന്റെ കർമ്മമാണത്, നീ അത് ത്യജിക്കരുത്. എന്തുകൊണ്ടെന്നാൽ സർവാരംഭ, എല്ലാ കർമ്മങ്ങളും അഗ്നിധൂമേന ഇവ, തീയ പുക കൊണ്ടെന്ന പോലെ, ദോഷേണ ആവൃത, അഗ്നിക്ക് യാതൊരു ദോഷവുമില്ല, അഗ്നിക്ക് പുകയുമില്ല. അഗ്നി നല്ലപോലെ ശോഭിച്ചിരിക്കുന്നതാണ്. പക്ഷെ അഗ്നിയുടെ മണ്ടയ്ക്ക് മുകളിൽ നമ്മൾ നനഞ്ഞ കുറെ വിറവ് കൊണ്ടുവെക്കുമ്പോൾ അഗ്നി പുകയും. അത് അഗ്നിയുടെ കുറ്റമല്ല, ബാഹ്യമായ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അതിന്റെ മണ്ടയിൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അഗ്നി പുകയുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ എന്താണ്, മുൻ സംസ്കാരം കൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മം ദോഷമുള്ളതാണെങ്കിലും ഉപേക്ഷിക്കുന്നത് ശരിയല്ല. വീണ്ടും വീണ്ടും അതാ പറയുന്നത്, നമ്മുടെ കർമ്മം നമ്മൾ ഹരിയോ. തീർന്നത് സമയം. ഹരിയോ ഇച്ചിരൂടെ പറയാനുണ്ടായിരുന്നു, ക്ഷമിക്കണേ. അപ്പം എല്ലാവർക്കും നന്ദി. എനിക്ക് അവസരം തന്ന സിന്ധുവൊക്കെ സമിതിക്ക് എല്ലാവർക്കും നന്ദി. കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പറയാൻ ഒത്തിരി ഉണ്ട്, സോറി. ഹരിയോ. ഹരിയോം. ഇനി നന്ദി പറയുക എന്നുള്ള ചടങ്ങാണ് ഈ സംരംഭത്തിൽ. ആദ്യമായി ധ്യാന ശ്ലോകമാണ് നടന്നത്. ധ്യാന ശ്ലോകം വളരെ നല്ല രീതിയിൽ ചൊല്ലിയ രമാദേവി അക്കയ്ക്ക് സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറയുന്നു. ചാൻഡിങ് റിവിഷൻ നടത്തിയ ലത അക്ക, രവീന്ദ്രൻ പിള്ളയാണ്. അവർക്ക് 2 പേർക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ചാൻഡിങ് ഗൈഡൻസ് നടത്തിയത് സരോജിനി അക്ക,
റെപ്പിറ്റീഷൻ ഓഫ് ചാൻഡിങ് മേഖല അക്ക, ഡോക്ടർ ലാലി അക്ക. 46, 47, 48 ശ്ലോകങ്ങളുടെ റെപ്പിറ്റീഷൻ ഓഫ് ചാൻഡിങ് നടത്തിയത് ഡോക്ടർ ലാലി അക്കയാണ്. അവർക്ക് 3 പേർക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. 43, 44, 45 ശ്ലോകങ്ങളുടെ വിശദീകരണം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ നടത്തിയ നമ്മുടെ എല്ലാം ആദരണീയനായ ഗോപകുമാർ അണ്ണൻ വളരെയധികം തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മളിൽ ഒരാളായി ഇവിടെ വന്ന് നമ്മോടൊപ്പം ചേർന്ന് വിശദീകരണം ചെയ്ത അണ്ണന് നമ്മളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുന്നു. പിന്നെ 46, 47, 48 ശ്ലോകങ്ങളുടെ വിശദീകരണം ചെയ്ത രാജമ്മാക്ക വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പക്ഷെ സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. രാജമ്മാക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ബാക്കപ്പിലായി ഡോക്ടർ ലാലി അക്ക, ഗംഗ അക്ക, ഇവർക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഈ ഒരു സംരംഭം നമുക്ക് പിന്നീട് നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കാനും അതേപോലെ എന്തൊക്കെയാണ് നമ്മൾ ഈ ചടങ്ങിൽ നമ്മൾ പറഞ്ഞത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് രുക്മിണി അക്ക അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് രുക്മിണി അക്കക്ക് എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്, സമിതിയുടെ പേരിലും. അതേപോലെ ഈ സംരംഭം വിജയപ്രദമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ യോഗ ബന്ധുക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി ലോക കല്യാണ മന്ത്രം ചൊല്ലാനാണ്. എല്ലാവരും നിവർന്നിരിക്കുക, കൈകൾ നമസ്കാര സ്ഥിതിയിൽ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.